ഹായ് ഗായ്സ്, ക്രിസ്മസിന് കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസിലെ. അപ്പോൾ ഒരു വെറൈറ്റി കേക്ക് ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പോൾ ആദ്യം 100 ഗ്രാം പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 3 കോഴിമുട്ടയാണ്. മധുരം നമുക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറക്റ്റ് അളവ് പറയുന്നത്. അപ്പോൾ 100 ഗ്രാം പഞ്ചസാര മതി. പിന്നെ 3 കോഴിമുട്ട, അത് നമ്മൾ മിക്സിയിലാണ് കറക്കിയെടുക്കുന്നത്. ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ്. എപ്പോഴും എന്തെങ്കിലും എല്ലാത്തൊരു പോലെ ആവണമെന്നില്ലല്ലോ, ഇടയ്ക്കൊരു വെറൈറ്റി നല്ലതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എൻ്റെ കേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കരുത്, വളരെ എളുപ്പമാണ്. അപ്പോൾ കോഴിമുട്ട നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇനി നല്ല രീതിയിൽ അതൊന്ന് അടിച്ചെടുക്കണം. ഇത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി 200 ഗ്രാമാണ് വേണ്ടത്. പിന്നെ ബട്ടർ ഡബിൾ ബോയിൽ ചെയ്തതാണിത്. അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ബട്ടർ അതിലൊഴിക്കണം, അത് പിന്നെയാണ് ഒഴിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇതേ ട്വിസ്റ്റ് ഉണ്ട്. ഇതാണ് ബിരിയാണി പോട്ട്. ബിരിയാണി പോട്ടിലാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണൊരു വെറൈറ്റി കേക്ക് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത ബട്ടർ നമുക്ക് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം. എപ്പോഴും കുക്കറിലും പിന്നെ കേക്ക് ട്രേയിലൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്ന് വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഈ ബിരിയാണി പോട്ട് ഉണ്ടെങ്കിൽ അതിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീരെ ഒട്ടി പിടിക്കുക പോലും ചെയ്യില്ല, നല്ല കറക്റ്റായി കിട്ടും. അപ്പോൾ എല്ലായിടത്തും നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ബട്ടർ പേപ്പറൊന്നും വേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടാണിത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു കേക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാവുക, ബിരിയാണി പോട്ടിൽ കേക്ക്. അപ്പോൾ നല്ല രീതിയിൽ സൈഡിലൊക്കെ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ, പിന്നെ മൈദ, ബേക്കിംഗ് പൗഡർ 2 സ്പൂൺ, ചെറിയ ടീസ്പൂണാണ്. പിന്നെ വാനില എസൻസ് 1 മൂടി. അപ്പോൾ പഞ്ചസാര പൊടിച്ചത്, പിന്നെ മൈദ 200 ഗ്രാം. അപ്പോൾ നല്ല ടെക്സ്ചറൊക്കെ നല്ല ക്രീമി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. മൈദ 200 ഗ്രാം, പിന്നെ പഞ്ചസാര 100 ഗ്രാം, കോഴിമുട്ട 3 എണ്ണം, പിന്നെ ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, പിന്നെ വാനില എസൻസ്, പിന്നെ ബട്ടർ അത് 200 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ട്രേ അല്ല, നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് നേരെ കത്തിച്ച്. അപ്പോൾ കത്തിക്കുമ്പോൾ ഒരു പാത്രം അല്ലെങ്കിൽ മൂടി താഴെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഡബിൾ ബോയിലല്ല, ഇതിന് മേലെ വേകാൻ വേണ്ടിയിട്ട് കുറച്ച് കനൽ മേലെ കൂടി വെച്ചെടുത്തു. അപ്പം നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായി നിങ്ങൾ പറയാനുള്ളത് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ ഉപ്പാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ജസ്റ്റ് കേക്ക് മറിച്ചിട്ട് ജസ്റ്റ് അടിഭാഗം കൂടി നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സംഭവം നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് മുറി. അപ്പോൾ എന്തായാലും ക്രിസ്മസിന് നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വെറൈറ്റി കേക്കാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ജസ്റ്റ് ഇനി കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പാൻ്റെ കേക്കാണ്, ഉപ്പാൻ്റെ ക്രിസ്മസ് കേക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റി. കേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവർക്കും അഡ്വാൻസായി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഈ പറഞ്ഞതൊന്നും മറക്കണ്ട. ഓക്കെ, ബായ്.